വേലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ സമാപന നാടകമായ അവാർഡ് കാണികളെ പിടിച്ചിരുത്തി. മുദ്രകളിലൂടെയും അമുദ്രയിലൂടെയും രാഷ്ട്രീയ കാഴ്ചകളും താളനാദ വിസ്മയവും തീർത്ത നാടകം നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഗ്രാമകം നാടകോത്സവത്തിലെ നാടകങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ നാടകമാണ് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിച്ച അവാർഡ്. മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധേയമായ നാടകരചനകൾ സമ്മാനിച്ച തുപ്പേട്ടൻ്റെ നാടകത്തിൻ്റെ ആനുകാലിക അവതരണമായിരുന്നു അവാർഡ്. ഗ്രാമകം നാടകോത്സവത്തിലെ സ്ഥിരം നാടകം അവതരിപ്പിക്കുന്ന സംഘം കൂടിയാണ് ലിറ്റിൽ എർത്ത് തിയേറ്റർ. അരുൺലാലാണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചലനങ്ങളെ പൂർണ്ണമായും കുറച്ചുകൊണ്ട് സംഭാഷണങ്ങളും അവയ്ക്ക് പുറമെ കൈമുദ്രകളും കൊണ്ടാണ് നാടകം കാണികളുമായി സംവദിക്കുന്നത്. തുപ്പേട്ടൻ്റെ നാടകം സംവിധായകൻ തൻ്റേതായ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ തികച്ചും മനോഹരമായ ഒരു അനുഭവമാണ് പ്രേക്ഷകർക്കു നൽകിയത്. ജി പെരിഞ്ചല്ലൂർ, ഡബ്ല്യു പെരിഞ്ചല്ലൂർ എന്ന രണ്ടു മനുഷ്യർ, അവർക്കിടയിലേക്ക് കടന്നുവരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പെരിഞ്ചല്ലൂരിന് അവാർഡുണ്ട് എന്നൊരു വാർത്തയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായ നിമിഷങ്ങളുമാണ് തുപ്പേട്ടൻ്റെ രചന. എനിക്ക് ഉറപ്പായിരുന്നു, സത്യത്തിലെ ഒരു 2-3 കൊല്ലം മുമ്പ് അവർ ഈ അവാർഡ് എനിക്ക് തരേണ്ടതായിരുന്നു. സാരില്ല, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ, സന്തോഷായി. അതെ, കേട്ടോ എന്റെ ലക്ഷ്യം. എന്നതാവോ? തന്നോടല്ല, എന്നോട്. താമസോളൂ. ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു ആൽമരച്ചുവട്ടിലാണ് ഈ സംഭവങ്ങൾ ഒക്കെ അരങ്ങേറുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അവാർഡ് നിർണയം അറിയിക്കാനായി മാധ്യമപ്രവർത്തകൻ കൂടി എത്തുമ്പോൾ നാടകം മനോഹാരിതയുടെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീടുള്ള സംഭാഷണങ്ങളിൽ നർമ്മത്തിലൂടെ പറയുന്ന രാഷ്ട്രീയം വളരെ നിസ്സാരമായി ആളുകൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. വാർത്തകളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ മുഖം ഈ നാടകത്തിൽ വരച്ചിടുന്നു. മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കച്ചവടമാകുമ്പോൾ അതിൻ്റെ തിരിച്ചറിവുകൾ ഏതു തരത്തിലാണ് സാധ്യമാകുന്നതെന്ന് അവാർഡ് എന്ന നാടകം പറഞ്ഞു വയ്ക്കുന്നു. നാടകത്തിലുടനീളം ചലനങ്ങളുള്ളത് കടന്നുവരുന്ന മാധ്യമപ്രവർത്തകന് മാത്രമാണ്. ഒരു കഥാപാത്രം തൻ്റെ മിഴാവിലൂടെ കാണികളുമായി സംവദിക്കുമ്പോൾ മറ്റു രണ്ടുപേർ അത് കഥകളി സമാനമായ മുദ്രകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സാധ്യമാക്കുന്നു. തത്സമയ സംഗീതവും കൃത്യമായ രാഷ്ട്രീയ സംഭാഷണങ്ങളും ലഘുവായ ചലനങ്ങളും രംഗപടവും തുടങ്ങി നാടകത്തിൻ്റെ എല്ലാ ഘടകങ്ങളും മനോഹരമാക്കി അവാർഡ് അരങ്ങിൽ നിന്ന് മാഞ്ഞപ്പോൾ പൂർണ്ണ തൃപ്തിയോടെയാണ് കാണികൾ വേദി വിട്ടത്. അമ്മേ, ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിരുന്ന ആ അമ്മയുടെ മകനാണ് ഈ ഞാൻ. എനിക്കമ്മ 5 അതോ 6 കൃത്യം 6 വയസ്സ് എഴുതിക്കോളൂ, ഒട്ടും കൂട്ടണ്ട. ഞാൻ എന്റെ അമ്മ, എന്റെ ഓപ്പള്. CCTV ന്യൂസ്, വേലൂർ.